പക്ഷേ ഈ ദുനിയാവിനപ്പുറം ഒരു ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് പോകാൻ വിജയത്തിന്റെ ശീലങ്ങളായി കിട്ടേണ്ടതിന് മുഴുവനും ആദ്യമായിട്ട് തന്നെ നീ നിർത്തലാക്കിക്കളഞ്ഞു. നിന്റെ മകൾ പോയി താമസിച്ച ആ ക്യാമ്പസിൽ നിന്റെ ആൺകുട്ടി പോയി താമസിച്ച ക്യാമ്പസിൽ കൂട്ടുകാരായി വർത്തിക്കുന്നത്, അവരുടെ കൂട്ടുകാരികളായ സഹവാസികളായി വർത്തിക്കുന്നവർ തീർത്തും മറ്റു ദേശക്കാരും മറ്റു ഭാഷക്കാരും വിവിധ സംസ്കാരവുമുള്ള ആളുകൾ ഇസ്ലാമിക സംസ്കാരങ്ങളുമായി ഒരു നിലക്കും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത സിറ്റുവേഷനാണ്. അങ്ങനെയാണെങ്കിൽ ആ ബാപ്പക്ക് അത്ര മേൽ പഠിപ്പിക്കണം നിർബന്ധമുണ്ടെങ്കിൽ ആ കുട്ടി പഠിക്കുന്നിടത്ത് എവിടെങ്കിലൊക്കെ ഒരു റൂമോ അല്ലെങ്കിൽ ഒരു വീടോ വാടക എടുത്തിട്ട് ആ കുട്ടി അവിടെ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിച്ച് പഠിക്കുന്ന രൂപത്തിൽ 2 വർഷമാണെങ്കിൽ 2 വർഷത്തിന് വാടക കൊടുത്ത്, എന്നാലും ഇസ്ലാമിക അന്തരീക്ഷത്തിൽ തെറ്റിപ്പോകരുന്നുള്ള നിർബന്ധത്തോടുകൂടി ആ കുട്ടിയെ പഠിപ്പിക്കാം, വേറൊരു മാർഗമില്ലെങ്കിൽ. പക്ഷെ നമ്മൾ പൊതുവെ ചെയ്യൽ അങ്ങനല്ല. അത് ആ ഒരു 2 വർഷം, ആ ഒരു 3 വർഷമല്ലേ അത് സഹിക്കാം. പിന്നെ തീരെ സഹിക്കാൻ പറ്റാത്തതാണ് പിന്നീട് വാർത്തകളായിട്ട് പുറത്തു വരിക. അപ്പോൾ പിന്നെ നമ്മൾ ദ്വാരക്കാനല്ലേ പിന്നെ കാര്യമായിട്ട് വരിക, ദ്വാരക്കണം. അപ്പൊ പിന്നെ ആ ദ്വായന എത്ര പ്രസക്തി ഉണ്ടാവും നമുക്കൊക്കെ അറിയാലോ. നല്ലോണം നമ്മൾ ചിന്തിക്കണം, നല്ലോണം ആലോചിക്കണം. പിന്നെ അതിന്റെ പേരിൽ കൈകടിച്ചിട്ടോ ആരെങ്കിലും പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. നമ്മളാണ് സത്യത്തിൽ അവിടെ കൊണ്ടുപോയി ചേർത്തത്. ഞാനൊരു ഉദാഹരണം പറയട്ടെ സഹോദരങ്ങളെ. ഈ കുട്ടി പഠിക്കാൻ പോകുന്ന ഒരു ക്യാമ്പസ്, ഏത് ക്യാമ്പസും കുട്ടികളും നിങ്ങൾ ക്യാമ്പസിന്റെ ഒരു നിയമാവലിയുണ്ട്. ആ നിയമാവലിയിൽ രക്ഷിതാവ് ഒപ്പുവെക്കണം. ഉദാഹരണം പറയാം, അങ്ങനെ നിയമാവലിയൊക്കെ ഉണ്ട്, ഉള്ള സ്ഥലമൊക്കെ ഉണ്ട്, അതൊക്കെ പറയാം. അത് ഏതാണെന്നും ചോദിക്കണ്ട, അതൊക്കെ ഉണ്ട്. ആ നിയമാവലിയിൽ ഒരു എഴുത്തുണ്ട്, ഒരു നമ്പർ ഇട്ട് ഒരു അക്കമിട്ടൊരു എഴുത്ത്. എന്താ? ക്യാമ്പസിനകത്ത് ശിരോവസ്ത്രം നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ യു പിയിലെ ചരിത്രമല്ല പറയുന്നത് കേട്ടോ, കേരളത്തില. ശിരോവസ്ത്രം നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ സംഗതി കൂടി സമ്മതിച്ചിട്ട് വേണം അടിയിൽ ഒപ്പുവെക്കാൻ. ഈ 3 വർഷം കഴിഞ്ഞിട്ട് ഈ കുട്ടിക്കൊരു കുടുംബമൊക്കെ കൊടുക്കാൻ ഈ ബാപ്പ ബാധ്യസ്ഥനാണ്. ആ കുടുംബത്തിലേക്കൊക്കെ മറ്റുമൊക്കെ പോകാൻ ഈ കുട്ടിക്ക് ഇസ്ലാമികമായിട്ടുള്ള നല്ല അന്തരീക്ഷങ്ങൾ വേണം. പക്ഷെ നമ്മൾ അടിയിൽ ഒപ്പുവെക്കുന്നു ഒരൊറ്റ കണ്ണോടെ, മഞ്ഞ മാത്രം മണത്തുകൊണ്ട്. അപ്പൊ അത്രയും കാലം ആ കുട്ടി അവിടെ പഠിക്കുമ്പോ ശിരോവസ്ത്രം ധരിക്കേണ്ടതില്ല എന്നതിന് ഒരു ഉപ്പ പങ്കുവെക്കുമ്പോൾ, ഒപ്പുവെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തലമറക്കുക എന്നുള്ളത് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിർബന്ധമല്ലേ? സുന്നത്തല്ലത്, സ്ത്രീക്ക് നിർബന്ധമാണ്. പുരുഷനാണത് സുന്നത്ത്. അത് വേണ്ടതില്ല എന്നുള്ളതിന് ഒപ്പുവെക്കുമ്പോൾ ഇസ്ലാമിന്റെ സുന്ദരമായ ഒരു സംസ്കാരം തകർക്കുന്നതിന് നമ്മൾ സഹായിച്ചു എന്നാണ് അവിടെ പറയേണ്ടത്.